പടം എങ്ങനെയുണ്ട് പടം? അതൊക്കെ വെച്ചിട്ടോ ഡയറക്ഷൻ ഡൊമിനിക്ക് എങ്ങനെയുണ്ട്? മമ്മൂക്ക തകർത്തോ? എങ്ങനെയുണ്ട് ഡൊമിനിക്ക്? ഇഷ്ടപ്പെട്ടോ? മമ്മൂക്കൻ്റെ ആക്ടിംഗ് ഒക്കെ ഡിറ്റക്റ്റീവ് പരിപാടിയാണ്. അതെങ്ങനെയാ, സീരിയസ് ആയിട്ടാണോ അല്ലെ കോമഡി ഒക്കെ മിക്സ്ഡ് ആയിട്ടാണോ? ഗൗതം വാസുദേവൻ മമ്മൂട്ടി കോംബോ അത് വർക്കൗട്ടായോ? 2025 ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയുമായിട്ട് മമ്മൂട്ടി, ജോളി സുരേഷ്, വിജയ് ബാബു, ഷൈൻ ടോം ചാക്കോ എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. അപ്പോൾ ഡൊമിനിക് കണ്ടുവരുന്ന പ്രേക്ഷകരോട് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കും. ഇഷ്ടപ്പെട്ടോ? കഥ വൈസൊക്കെ എങ്ങനെയുണ്ട്? ഡൊമിനിക് എങ്ങനെയുണ്ട്? മമ്മൂക്കൻ്റെ ആക്ടിംഗ് ഒക്കെ ഡയറക്ഷൻ ഗൗതം വാസുദേവ് മേനോന്റെ ഡയറക്ഷനോ? മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ കലക്കിങ്സിന്റെ സ്റ്റണ്ടോ? ബ്രോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മേഡം? ഇഷ്ടപ്പെട്ടോ? ഏത് പാർട്ടാണ് ഇഷ്ടപ്പെട്ടത്? ഡയറക്ഷൻ ആണോ മേക്കിംഗ് ആണോ? ഡയറക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഗൗതം വാസുദേവ് മേനോൻ, പിന്നെ ഗോകുൽ സുരേഷ്, വിജയ് ബാബു, ഷൈൻ ടോം ചാക്കോ. മേക്കിംഗ് വൈസൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടോ? ഈ വിജയിക്കോ? ഡയറക്ഷൻ വൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഗോകുൽ സുരേഷ്, ഷൈൻ ടോം ചാക്കോ, വിജയ് ബാബു. എങ്ങനെയാ സ്റ്റോറി പോകുന്നത്? എങ്ങനെയാ, ഒരു ഡിറ്റക്റ്റീവ് പരിപാടിയാണ്. അതെങ്ങനെയാ, സീരിയസ് ആയിട്ടാണോ അല്ലെ കോമഡി ഒക്കെ മിക്സ്ഡ് ആയിട്ടാണോ? ഈ വർഷത്തെ ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാവോ? മേക്കിംഗ് വൈസ് ഒക്കെ നോക്കുമ്പോ ഡയറക്ഷനോ? ഗോകുൽ സുരേഷിന്റെ റോളൊക്കെ എങ്ങനെയുണ്ട്? മമ്മൂട്ടിന്റെ കൂടെ തന്നെയുള്ള ഒരു റോളല്ലേ, അതൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളോ? ആക്ഷനോ സ്റ്റണ്ട് ആണോ? നമ്മൾ മേക്കിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡയറക്ഷൻ, മേക്കിംഗ്, സ്റ്റോറി വൈസ് ഒക്കെ ക്ലൈമാക്സോ? ഗൗതം വാസുദേവൻ മമ്മൂട്ടി കോംബോ അത് വർക്കൗട്ടായോ? പിന്നെ ഗോകുൽ സുരേഷ്, ഷൈൻ ടോം ചാക്കോ. സ്റ്റണ്ടും കാര്യങ്ങളും നമ്മൾ മാർക്കോടെ സ്റ്റണ്ട് ചെയ്ത കലക്കിങ്സ് ആണ് സ്റ്റണ്ട് ചെയ്തത്. സ്റ്റണ്ട് എങ്ങനെ? മാർക്കോ സിനിമയുടെ അതിന്റെ സ്റ്റണ്ടൊക്കെ ചെയ്ത് ഫൈറ്റ് ഇല്ല. ഹിറ്റാവോ? ഈ വർഷത്തെ ഹിറ്റ് അടിക്കോ?